ഹായ് ഫ്രണ്ട്സ്, എസ് ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഴിപ്പിടിയാണ്. അതിനുള്ള ചേരുവകളെല്ലാം പറയാം. ചെറിയ സ്പൂണും ഗരം മസാല, ഇച്ചിരി മല്ലിപ്പൊടി, ഒരു കയ്യിൽ മല്ലിപ്പൊടി, ഒരു കയ്യിൽ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി വെള്ളം വേണം. ശരിക്കും വേകണം കേട്ടോ, എന്നാലേ ഇത് ശരി ഈ എല്ലിന് വിട്ടു പോകണം, എന്നാലും നമുക്ക് കടിക്കാനൊക്കെ പറ്റും. അപ്പോൾ പാകത്തിന് വെള്ളം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വെന്തിട്ട് കാണാം. നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള ചേരുവകളാണ്. ഇത് അരമുറി തേങ്ങ, ഒരു 5 ഉള്ളി, ചെറുജീരകം, ഒരു 1/4 ടീസ്പൂണ്. ഇനി തേങ്ങ ചിരണ്ടിയിട്ടില്ല, ഞാൻ കൊത്തി എടുത്തേക്കണത്. അരമുറി ഉണ്ട്. ഇത് നിങ്ങൾ ചിരണ്ടി എടുത്താൽ മതി കേട്ടോ. എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് അരച്ചിട്ട് വരാം എല്ലാം കൂടെ കേട്ടോ. ഇത് മിക്സിയിലിട്ട് ശരിക്കും വെണ്ണ പോലെ അരച്ചെടുക്കുക. അരച്ചിട്ട് വരാം ഞാൻ. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് അതിൽ അരിപ്പൊടി ഇടുന്നത്. വറുത്ത അരിപ്പൊടി ആയിരിക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ തിളപ്പിക്കുക. എന്നിട്ട് ഈ പൊടിയിട്ട് ശരിക്കും കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉണ്ടയായിട്ടാണ് ചിക്കനോട്ട് ഇടുന്നത്. തിളച്ചിട്ടുണ്ട്. ഇത് 2.5 കപ്പ് അരിപ്പൊടിയാണ്. നല്ല നേർത്ത അരിപ്പൊടിയാണ്. കുട്ടിനുള്ള അരിപ്പൊടിയാണ്. അടുപ്പ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നാരക്കയും ശരിക്കും കുഴച്ച് മയപ്പെടുത്തിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുക്കണം കേട്ടോ. ഇങ്ങനെ കുറച്ച് ഒരു കുഞ്ഞിട്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. എനിക്ക് ബോളാക്കിയിട്ടാലും മതി. ബോൾ ഇങ്ങനെ പരത്തണമെന്നില്ല. നിർത്തിക്കോളൂ. ഇനി നമുക്ക് ആവിയിൽ ഇത് പുഴുങ്ങിയെടുക്കണം. ഇനി അവിടുന്ന് പുഴുങ്ങട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പണി നോക്കാം. ഇനി കോഴിക്ക് വേണ്ടിയുള്ള മസാലയ്ക്കാണത് എടുക്കുന്നത്. ഇത് അരയല്ല, ഒരു 3/4 മുറി തേങ്ങയുണ്ട്. ഒരു 12 ഉള്ളി അരിഞ്ഞത്, 1 സ്പൂണ് വലിയ ജീരകം കൂടെ വറുക്കണം. മുക്കിയോ വറുക്കാം. ഞാൻ വറുക്കണതാണ്. ഇത് നമ്മുടെ പെടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നാറ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. എണ്ണ ചൂടാകുമ്പോൾ പച്ചമുളക്, ഇഞ്ചി, വേപ്പിലിട്ട് വഴറ്റിയെടുക്കും. വീട്ടിലും ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ തന്നെ നല്ല നെയ്യുള്ള എല്ലും ഉള്ള ബീഫ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് ഒരു സവാള അരിഞ്ഞിടാം. ഒരു കയ്യിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു കയ്യിൽ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇനി ഇടാം. നമുക്ക് ചിക്കൻ വേവിച്ച ചിക്കൻ ഇതിലോട്ട് ഇടാം. ഇറച്ചി എല്ലിന്ന് ശരിക്കും വിട്ടുപോയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ പിടിയും കോഴിയുടെ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടണം. എന്നാലൊരു പ്രത്യേക ഇതാണ്. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇടാൻ പോവാം.
ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. ഇതെല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ പിടി നമ്മുടെ പുഴുങ്ങി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ പിടി ഉണ്ടാക്കിയിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ബോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെൻ്റെ മക്കളുണ്ടാക്കി വെച്ചേക്കണേണ് ചെറിയ ചെറിയ ബോൾസ് ഒക്കെ. ശരിക്കും തിളക്കട്ടെ. ശരിക്കും പറ്റി വരുമ്പോൾ ഇത് ഗാർണിഷൊക്കെ ചെയ്യാം. പറ്റി നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിടിക്കും. അപ്പം നല്ല രസം തിന്നാൻ തന്നെ. നിങ്ങൾ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ പിള്ളേർക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നേ പരീക്ഷണമല്ലേ. ഇതെൻ്റെ പരീക്ഷണമൊന്നുമല്ല കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇവിടെ. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ട്. തെറ്റിയാലൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി നോക്കൂ. അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ ട്രൈ ചെയ്താൽ മതി. ഇതൊന്നും കൂടെ ശരിക്കും പറ്റി വരട്ടെ. ഇങ്ങനെ ഇരിക്കും നമ്മുടെ കോഴിപ്പിടി. നല്ല അടിപൊളി കോഴിപ്പിടിയാണ്. നല്ല കട്ടൻ ചായയോടുകൂടി കുടിക്കും. ഈ സമയത്തൊക്കെ നല്ല മഴയും ഒക്കെ അല്ലേ. എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുക. ബെല്ലൈക്കൻ നിൽക്കുക. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ എന്നോട് പറയുക.